ഹലോ. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ലോവർ മ്യൂസിയം എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ടിക്കറ്റിൻ്റെ കോപ്പി വേണമെന്ന്. അപ്പോൾ നമ്മൾ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുത്തത് കൊണ്ട് നമ്മുടെ കയ്യിലുള്ളത് ബുക്കിംഗ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു. അപ്പോൾ എങ്ങനെ ടിക്കറ്റിൻ്റെ കോപ്പി എടുക്കേണ്ടതെന്ന് അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മളെ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഏജൻറ്റ് പുറത്തുണ്ടാവും, അവരെ മീറ്റ് ചെയ്തിട്ട് ടിക്കറ്റിൻ്റെ കോപ്പി എടുത്തിട്ട് വരാം. പക്ഷേ നമ്മൾ പുറത്ത് വന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ഏജൻറ്റ് അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നടന്നു. ഈ കണ്ണെത്താത്ത ദൂരത്തോളം നമ്മൾ കുറേ നടന്നിട്ട് നമുക്ക് നമ്മളെ ഏജൻറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ സെൽഫായിട്ട് ഒരു 1.5-2 മണിക്കൂറോളം നമ്മൾ നടന്നിട്ടും കിട്ടാത്തതുകൊണ്ട് സെൽഫായിട്ട് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. അപ്പോൾ 4 എൻട്രൻസ് ആണ് വരുന്നത്. അതിൽ നമ്മൾ ഈ ഇപ്പോൾ കാണുന്ന ഒരു പണ്ടത്തെ ലിപികൾ, എഴുത്ത്, അവർക്ക് കിട്ടിയ സമ്മാനം, അങ്ങനെയൊക്കെ വരുന്ന ആ വഴി കൂടിയാണ് നമ്മളകത്ത് കയറിയത്. അപ്പോൾ ഇവിടെ ഓരോ സംഭവങ്ങൾ വച്ചിട്ടുമുണ്ട്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ആ ഗ്ലാസ് ഗോപുരം. ഉള്ളിൽ നിന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ്. പിന്നെ ഓരോ പ്രതിമകൾ, ഇത് തടിയിലാണ്. തടിയിൽ എത്ര ഡീറ്റെയിൽ ആയിട്ടാണ് ആ ഞൊറിയും എല്ലാം എത്ര ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നോക്കിയേ. നമുക്ക് കാണുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു പ്രതിമ, പക്ഷെ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് തടിയിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള രൂപങ്ങളായിരുന്നു. എല്ലാം എത്ര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. തടിയാണെന്ന് പറയത്തേ ഇല്ല. സിമെന്റിലോ വേറെന്തിലോ ചെയ്തേക്കുന്നല്ലേ പറയത്തുള്ളൂ. പക്ഷെ ആ ഓരോന്നും ആ ഹെയറിൻ്റെത്, ഇത് പൊളിഞ്ഞു പോയ ഒന്നാണ്. അതിൽ നമുക്ക് കാണാം ചകിരി, പഞ്ഞി എന്തൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. ഇത് തടിയിലുള്ളതാണ്. ഇത് ഒരു പഴയ നല്ല പഴക്കം ചെന്ന ഒന്നാണ്. പക്ഷെ ഇത് തടിയിലതാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം, കാരണം അത് ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇത് ക്രൈസ്തവ ക്രിസ്ത്, അതിൻ്റെ ഇതും തടിയിൽ ചെയ്തേക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. പിന്നെ ഇവിടെ ചുറ്റി നടന്ന് കാണാൻ ഒരുപാട് ഉണ്ടായിരുന്നു. നമ്മൾ കയറിയ എൻട്രൻസ് ശരിക്കും നമുക്ക് മൊണാലിസയുടെ ഫോട്ടോ വരുന്ന ആ ഒരു ഭാഗത്തേക്കായിരുന്നു നമുക്ക് പോകാൻ താല്പര്യം. പക്ഷെ നമ്മളവർ മിസ്ലീഡ് ചെയ്തു ഇതുവഴി കയറ്റി വിട്ടു. ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പുറത്തിറങ്ങണമെന്നൊക്കെ കൺഫ്യൂഷനാവും. പിന്നെ നമുക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇതുവഴി തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഫോട്ടോസ് എടുക്കാനൊന്നും പുറത്തെ വെട്ടവും ഉള്ളിലേക്ക് വരുന്നുണ്ട്. പിന്നെ അകത്ത് ഇതുപോലത്തെ ലൈറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കുന്നതിനെക്കാട്ടും വീഡിയോസ് എടുക്കാനായിരുന്നു കൂടുതൽ സൗകര്യം. ഇത് കണ്ടോ, മാർബിളിൽ ആ എത്ര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നുണ്ടോ. ഇതൊരു രാജസദസ്. എങ്ങനെയാണോ ഒരു രാജസദസ്സിൻ്റെ ഉള്ളിലുള്ളത് അത് എല്ലാം ലൈറ്റ്, ചിത്രപ്പണികൾ, കൊത്തുപണികൾ, കർട്ടൻസ് എല്ലാം നമ്മളൊരു രാജസദസ്സിലെത്തിയതുപോലെ. ഒരു സിനിമയുണ്ടല്ലോ, കിലുകിൽ പമ്പരം, അതിൽ ജഗതിയും ജയറാമും ഒക്കെ ഒരു കൊട്ടാരത്തിൽ ചെല്ലൂലേ, അപ്പോൾ ഒരു ലൈറ്റ് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു രാജസദസ് പോലെ. അത് കണ്ടോ, മീറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സ്ഥലങ്ങൾ, കുഷ്യൻസ്, ഇതൊക്കെ എത്ര സോഫ്റ്റ് ആണെന്ന്. തൊടുമ്പോൾ തന്നെ നമ്മുടെ കൈ ഇങ്ങനെ എന്തോ നല്ല കുളിർമ പോലെയൊക്കെ തോന്നുന്ന രീതിയിൽ. പെയിൻറ്റിങ്സ് കണ്ടോ, അവിടെ എല്ലായിടത്തും പെയിൻറ്റിങ്സ്, ചിത്രപ്പണികൾ. ഈ കർട്ടൻസൊക്കെ കണ്ടു, ഇതൊക്കെ കൈപ്പണിയാണ്. എല്ലാ ഫോട്ടോസിൻ്റെ എല്ലാത്തിൻ്റെയും താഴെ അതിൻ്റെ ഡീറ്റെയിൽസും അവരാരൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് സമയം എടുത്ത് വായിച്ച് മനസ്സിലാക്കി മുന്നോട്ട് ഓരോ കാഴ്ചകൾ കൊണ്ട് പോകാൻ രീതിക്ക്. ഈ ഫോട്ടോ ഒക്കെ കണ്ടോ, നമ്മൾ ഈ വീഡിയോയിൽ എത്രത്തോളം വ്യക്തമാവുമെന്ന് അറിയത്തില്ല, പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ്, ഒരു സാങ്കേതിക വിദ്യയും ഇല്ലാത്ത സമയത്ത് എത്ര പെർഫെക്റ്റ് ആണ് ഇത് ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, ഡൈനിങ് ടേബിള്.
അവിടെ വച്ചേക്കുന്ന ഇതെല്ലാം ഗോൾഡാണ് കേട്ടോ. ടേബിളിന്റെ പുറത്തുള്ളതെല്ലാം ഗോൾഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാനുള്ള പെർമിഷൻ ഇല്ല. അവിടെ ഇത് വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ആ ഫ്ലോർ മാറ്റില് ഇത് കണ്ടോ. പിന്നെ പണ്ട് കാലത്ത് യുദ്ധത്തിന് പോകുമ്പോൾ ഉപയോഗിച്ചിരുന്ന പട പടച്ചട്ട, കുന്തംകോല്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാൽക്കണി ഏരിയയിലേക്ക് പോയി. എന്തോരം ആൾക്കാരാണ് ഇപ്പോഴും അവിടെ വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതെന്നോ. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു ടേബിളിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ടേബിൾ ഷെയറിംഗ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്കൊരു പ്രോപ്പർ ഒരു കേക്ക് മേടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയും കേക്ക് പോലത്തെ ഒന്നുമില്ലായിരുന്നു. ഈ മഫിൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ മഫിൻസ് മുറിച്ച് കേക്ക് മുറിക്കുന്നത് പോലെ സമാധാനിച്ച് ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ ഞങ്ങളൊരു സാൻഡ്വിച്ചാണ് മേടിച്ചത്. സാൻഡ്വിച്ച് ഒരുപാട് വെജിറ്റബിൾസും, ചിക്കൻ സാൻഡ്വിച്ച് ആയിരുന്നു. വെജിറ്റബിൾസ് ഒക്കെ ഉള്ള. കണ്ടാൽ നമുക്ക് തോന്നും നമ്മളെ കൊണ്ട് അത് കഴിച്ചു തീർക്കാൻ പറ്റത്തില്ല എന്ന്. പക്ഷെ ഭയങ്കര ടേസ്റ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് ആയിരുന്നു. പിന്നെ ഒരു ബനാന കേക്ക്, നമ്മൾ മേടിച്ച മഫിൻസ്, സാൻഡ്വിച്ച്. ആ സാൻഡ്വിച്ചിന്റെ ലെങ്ത് കണ്ടാൽ തോന്നുന്നു നമ്മളെ കൊണ്ട് കഴിച്ചു തീർക്കാൻ പറ്റത്തില്ല, ഹെവിയാണെന്ന്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ഇനഫായിരുന്നു. ഇനഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് വയറ് നിറയുകയും ചെയ്യും, കഴിച്ചാലും മതിയാവാത്തത് കണക്ക്. ഇതൊരു ബ്ലാക്ക് കോഫി. അതിനുശേഷം നമ്മൾ വീണ്ടും ഉള്ളിലേക്ക് കയറിയ സൈഡ് എന്ന് പറഞ്ഞാൽ മനുവേട്ടൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. പിന്നെ ഈജിപ്ഷ്യൻ സംസ്കാരം, ഫറവോമാരുടെ ശവപ്പെട്ടി, അവരുടെ കുറേ പാത്രങ്ങൾ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ ആ സംഭവങ്ങളൊക്കെ. നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ ബുക്കിൽ ഫോട്ടോയിൽ മാത്രം കണ്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ നേരിട്ട് കാണാൻ പറ്റി. ഇനി നമ്മൾ പോകുന്നത് മൊണാലിസയെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ അത് ലക്ഷ്യമാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം അവിടെ എത്താറായി. നമ്മൾ പുറത്ത് കണ്ടതും അകത്ത് കണ്ടതും ഒന്നുമല്ല ക്രൗഡ്. ഇവിടെയാണ് ക്രൗഡിൻ്റെ നമുക്ക് ശ്വാസം വിടാൻ പോലും പറ്റാത്ത അത്രയും ക്രൗഡ്. ആൾക്കാർ കണ്ടാലും അവർ മുന്നോട്ട് പോകുന്നില്ല. അവിടെ തന്നെ നിന്ന് ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ നമുക്ക് അതിൻ്റെ ഏകദേശം അടുത്ത് പോലും എത്താൻ പറ്റാത്ത അത്ര രീതിയിൽ. ഇപ്പം ഇതൊരു ഗ്ലാസ് വെച്ചിട്ട് കവർ ചെയ്തേക്കുവാണ്. മുമ്പ് ഇങ്ങനെ ഗ്ലാസ് വെച്ചിട്ടില്ല. ഒരു സമയത്ത് എന്തോ ഈ പാരീസിൽ എന്തോ പ്രക്ഷോഭം എന്തോ ഉണ്ടായപ്പോൾ കുറച്ച് ആൾക്കാർ അവരെ പ്രതിഷേധം കാണിക്കാൻ വേണ്ടി ഇതിൽ ടൊമാറ്റോ കെച്ചപ്പ് കൊണ്ട് ഒഴിക്കുകയും അതിനുശേഷം ഇങ്ങനെ ഒരു ഗ്ലാസ് വെച്ചിട്ട് കവർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഫോട്ടോസൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. എന്നാലും ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊണാലിസയുടെ ഫോട്ടോ നമ്മൾ വിചാരിക്കും വലിയൊരു ഫോട്ടോ ആണ്. പക്ഷെ വലുതൊന്നുമല്ല, ഒരു A4 അത്ര സൈസ് വരുന്ന ഒരു ചെറിയ ഫോട്ടോയാണത്. അങ്ങനെ അത് കാണാൻ പറ്റി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറെയും കുറച്ച് ഫോട്ടോസും അതിൻ്റെ കുറേ ഡീറ്റെയിൽസും എല്ലാം ഉണ്ടായിരുന്നു. നമ്മളെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മൊണാലിസയുടെ ഈ ഒരു ഫോട്ടോ കാണുക. അപ്പോൾ മൊണാലിസയുടെ ഫോട്ടോയുടെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. പിന്നെ അവിടെ നിന്ന് കറങ്ങിയില്ല, കാരണം നമ്മൾ നല്ല ടയേർഡായി. രാവിലെ വന്നപ്പോഴത്തേക്കും കുറേ കറങ്ങി, ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടും കുറേ കറങ്ങി. പിന്നെ ഫുഡ് കഴിച്ചിട്ടാണ് കുറച്ച് സമാധാനമായത്. അപ്പം നമ്മൾ പുറത്തിറങ്ങി പുറത്തെ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. പുറത്തിറങ്ങുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ നിന്ന് വട്ടം കറങ്ങിയെന്ന് തന്നെ പറയാം. അങ്ങനെ മൊണാലിസയെ കണ്ട സന്തോഷത്തിൽ അവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ വില നമ്മളെ കണ്ണിൽ വെച്ച കണ്ണാടി വരെ തെറിച്ചു പോകുന്ന അത്രയും വിലയുണ്ട്. പുറത്ത് നല്ല വെയിലായിരുന്നു. നമ്മൾ വന്ന സമയത്ത് ഒരു മഴ, അത് കണക്കത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പം നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നല്ല വെയിലും ചൂടും, ഒരുപാട് ആൾക്കാർ രാവിലെ വന്നതിനെക്കാട്ടിയും ക്രൗഡായിട്ടുണ്ട് ഇപ്പോൾ.
എല്ലാവരും മൊണാലിസയുടെ ഇത് മാത്രമേ കാണാൻ വേണ്ടിയിട്ട് കയറുന്നുള്ളൂ. ബാക്കി ഒരിടത്തും അത്ര നമുക്ക് ആൾക്കാരുണ്ടായിട്ട് അങ്ങനെ ക്രൗഡായിട്ടൊന്നും ഫീലായിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ക്യാപ്പൊക്കെ വെച്ചിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി. ഇവിടുന്നൊക്കെ ഒരാളെ മാറി നിന്നാലാണ് നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നത്, നമ്മൾ വിചാരിക്കുന്ന രീതി. അല്ലെങ്കിൽ നമ്മൾ ഈ ക്രൗഡിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുന്ന കണക്കെ തോന്നുള്ളൂ. അങ്ങനെ ലക്കിലി എനിക്കൊരു ഫോട്ടോ എടുക്കാനുള്ളൊരു അവസരം കിട്ടി, ഒരു തട്ട് കിട്ടി എനിക്ക്. അവിടെ നിന്ന് ഞാൻ മാക്സിമം ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. പിന്നെ ഈ ഫ്രണ്ട് ഏരിയയിലാണ് കൂടുതൽ ക്രൗഡ്. നമ്മൾ പുറകിലോട്ട് പോകുമ്പോഴത്തേക്കും ക്രൗഡ് കുറവുള്ള ഏരിയാസ് നമ്മളിങ്ങനെ ചുറ്റി കിടന്ന് കണ്ടുപിടിച്ചാൽ കിട്ടും. അങ്ങനെ നമ്മുടെ സ്ഥിരം ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ആ ഒരു വീഡിയോയുടെ ബാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കുറച്ച് ശ്രമിച്ചു. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മ്യൂസിക്. ഒരു സൈഡിൽ കൂടി പുള്ളി സിഗരറ്റും വലിക്കുന്നുണ്ട്, മ്യൂസിക്കും വായിക്കുന്നുണ്ട്. ഇതാണ് ദീപശിഖ, ഒളിമ്പിക്സിന്റെ ദീപശിഖ. അപ്പോൾ നമുക്ക് ഇപ്പൊ കാണുമ്പോൾ അത്രയ്ക്ക് ഭംഗിയായിട്ടൊന്നും കാണാം, അത്രയ്ക്ക് ഇതുണ്ടാവത്തില്ല. പക്ഷെ നൈറ്റ് ഇതിങ്ങനെ തീകോളത്തിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ നല്ലൊരു ഫീലാണ്. പിന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഗാർഡൻ, ഒരു റോയൽ സെറ്റപ്പിലൊക്കെയുള്ള ബിൽഡിങ്സ്, അങ്ങനത്തത്. അത് കണക്ക് പച്ചപ്പ്. നമ്മളിവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല പറ്റിയ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ മെട്രോ കയറിയിട്ട് ഈഫിൽ ടവറിൻ്റെ അടുത്ത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മെട്രോയിൽ കയറി. നമ്മൾ കയറിയ മെട്രോ എന്ന് പറഞ്ഞാൽ ഡബിൾ ഡെക്കർ മെട്രോ ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുകളിലാണ് നിൽക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നിട്ട് വീഡിയോ എടുത്തതാണ്. എനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഈഫിൽ ടവറിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് റെസ്റ്റോറൻറ്റ് നോക്കി. പക്ഷേ റെസ്റ്റോറൻ്റ് ഒന്നും ആ ടൈമിൽ കുറേ റെസ്റ്റോറൻ്റൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ചില റെസ്റ്റോറൻറ്റിലെ മെനു ഒന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ വെച്ചിട്ട് എനിക്ക് മനുവേട്ടനെ ചെറുതായിട്ടൊന്ന് മിസ്സായിരുന്നു കേട്ടോ. ആ കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് ഒരു ടാക്സി പിടിച്ചിട്ട് വണ്ടർ ഫുഡ് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോവാന്ന് വെച്ചു. ഏതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കെയും കാതലിൽ അവർ പടം വരയ്ക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ടാക്സി കയറി. നമ്മുടെ കഷ്ടകാലമെന്ന് പറയട്ടെ, നമ്മൾ ഈ പോകുന്ന ടൈമിൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഏരിയയിൽ മറ്റേ സൈക്കിളിൻ്റെ മത്സരം നടക്കുമായിരുന്നു ഒളിമ്പിക്സിൽ. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ക്ലോസ് ചെയ്തിട്ടിട്ടാണ് അവരത് നടത്തുന്നത്. അപ്പോൾ മെട്രോ ക്ലോസ്, റോഡ് ക്ലോസ്, നമുക്ക് പകുതി വരെ അവിടെ പോകാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് തിരിച്ചു വരണമെങ്കിൽ ഒന്നുകിൽ റോഡ് ഓപ്പൺ ചെയ്യണം, അല്ലെങ്കിൽ മെട്രോ ഓപ്പൺ ചെയ്യണം. അങ്ങനെ നമ്മൾ ആകെ പെട്ട അവസ്ഥയായിരുന്നു അവിടെ എത്തിയിട്ട്. പിന്നെ നമുക്ക് പബ്ലിക്കിന് അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന ഏക ഒരു സ്പോർട്സ് സൈറ്റ് വരുന്നത്. അപ്പം നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി. ഇപ്പൊ ഒന്ന് പാസ്സായി പോയില്ലേ, അതായിരുന്നു എത്യോപ്യൻ അവർക്കായിരുന്നു ഫസ്റ്റ്. അത് പോയതിന് ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് അടുത്ത മത്സരിക്കുന്ന ആൾക്കാർ പാസ്സായി പോയത്. എന്തോരം ആൾക്കാരുണ്ടായിരുന്നല്ലോ, നമ്മൾ ഇത്രയും വിചാരിച്ചില്ല. പക്ഷെ ഭയങ്കര നമുക്ക് ഓപ്പോസിറ്റ് ഒരു 3 റോഡ് ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. ഇതൊരു റോഡ്, മറ്റേത് രണ്ടാമത്തെ റോഡ്, അതിൻ്റെ അപ്പുറത്ത് മൂന്നാമത്തെ റോഡ്. അപ്പോൾ നമ്മുടെ ഇത് ക്രോസ് ചെയ്ത് പോയി, ഇത് കറങ്ങി മറ്റേ റോഡ് വന്നു, പിന്നെ അടുത്ത റോഡ് പോയി. അങ്ങനെയാണ് ഇതിൻ്റെ മത്സരം പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ നോക്കി നിന്ന്. അപ്പോൾ ഓരോരുത്തരായി ബേക്കിൽ വരുന്നുണ്ട്. ഓരോ കണ്ടസ്റ്റന്റ് പോകുമ്പോഴത്തേക്കും അതിൻ്റെ പുറകെ പോലീസ്, പിന്നെ അവർക്ക് എസ്കോർട്ട്, പിന്നെ സൈക്കിൾ പഞ്ചറാവോക്കി അതിന് ബാക്കപ്പ് കൊടുക്കാനുള്ള എല്ലാവരും ഭയങ്കര ആവേശത്തിലാണ്.
ഓപ്പൺ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് വേണം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഏരിയയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെട്രോ എപ്പോൾ ഓപ്പൺ ചെയ്യും, എപ്പോൾ ഈ റോഡ് ഓപ്പൺ ചെയ്യുമെന്നൊന്നും നമുക്കറിയത്തില്ല. അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം റോഡ് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ ആ ഒരു റെസ്റ്റോറൻറ്റിലെത്തി. പക്ഷെ അവിടെ നല്ല ക്രൗഡ് വരുന്ന നമ്മൾ ഉദ്ദേശിച്ച ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഇതാണ് എങ്കേയും കാതലിൽ നമ്മൾ കാണുന്ന ഫോട്ടോ ഒക്കെ വരയ്ക്കുന്ന ഒരു ഏരിയ. പിന്നെ നമ്മളവിടെ കുറച്ച് നേരം നിന്ന് കറങ്ങിയിട്ട് വേറൊരു ഏരിയയിലോട്ട് വന്നു. അവിടെ നല്ല കാണാനൊക്കെ നല്ല വ്യൂ പോയിന്റും നല്ലൊരു ക്ലൈമറ്റും ലവ് ലോക്സ് ഒക്കെ ഇട്ടേക്കുന്നൊരു ഇത്. പിന്നെ നമ്മൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. പുറത്തെ മെനു കണ്ടിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറിയത്. അപ്പോൾ മെനുവായിട്ടൊരു ഡക്ക് ഗ്രില്ലും ഞാനൊരു ബീഫിൻ്റെ സ്റ്റീക്കും പിന്നെ നമ്മൾ മറ്റേ കക്കയുണ്ടല്ലോ അത് ബോയിൽ ചെയ്തത്. അത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ബോയിൽ ചെയ്തത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. റേറ്റും കുറവായിരുന്നു കേട്ടോ, നല്ല റേറ്റ് കുറവായിരുന്നു. അപ്പോൾ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ വീട്ടിലൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊരു ബ്ലാക്ക് ഉണ്ടല്ലോ, അതെടുത്ത് കളഞ്ഞിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പിന്നെ കുട്ടീൻ്റെ അടുത്ത് കുറച്ച് സംസാരിച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിന്നു. ഇതാണ് ആ റെസ്റ്റോറൻറ്റ് കേട്ടോ, ക്യാബാറേറ്റ്. പ്രൈസ് നല്ല കുറവാണ്. അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിൽക്കുന്ന ആൾക്ക് നല്ല ഇംഗ്ലീഷും അറിയാം. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നല്ല എളുപ്പമാണ്. അത്യാവശ്യം നല്ല വൈബും ഒക്കെ ഉള്ള ഒരു നല്ല റെസ്റ്റോറൻറ്റ്. മനുവട്ട് ഫുഡ് കഴിച്ച് കിളിവാറിയിരിക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നപ്പോഴൊരു വീടിൻ്റെ ഫുൾ ഏരിയയിൽ മുന്തിരി ഇങ്ങനെ പടർന്ന് നിൽക്കുന്നുണ്ടത്. അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ കുറച്ച് അതിൻ്റെ വീഡിയോസ് ഇങ്ങനെ എടുത്തു. ആ വീട് ഫ്രണ്ട് കംപ്ലീറ്റ് മുന്തിരി, അത് ഇത് കണക്ക് കായ്ച്ച് കൊലച്ച് കിടക്കുന്നു. പിന്നെ ഇതൊരു ശ്രീലങ്കൻ, ഇതിൻ്റെ ഓണർ ശ്രീലങ്കൻ. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് സാധനം മേടിക്കാൻ പറ്റും. അപ്പോൾ ഒരു 3 ഐറ്റം എടുക്കുകയാണെങ്കിൽ 9 യൂറോ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ അവിടുന്ന് നടന്ന് ഇനി നമുക്ക് മെട്രോയിൽ കയറിയിട്ട് നമുക്കിനി ഒരു ക്രൂയിസിൻ്റെ ട്രിപ്പ് ഉണ്ട്. നമ്മൾ ആദ്യം ഓൺലൈനിൽ എടുത്ത ടിക്കറ്റിൽ അതും കൂടി ഇൻക്ലൂഡാണ് ക്രൂയിസ് ട്രിപ്പ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് മെട്രോ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പോകുമ്പോഴത്തേക്കും കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ ഓപ്പണാണ്. ഈ ഏരിയയിൽ നല്ല ആക്റ്റീവാണ് ഷോപ്പും കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മൾ ഈഫിൽ ടൗണിൻ്റെയൊക്കെ അടുത്ത് പോവുകയാണെങ്കിൽ മിക്ക ഷോപ്പുകളും ക്ലോസ് ആയിട്ടാണ്. ഇത് കണ്ടോ, ഈ തേരി ഫുള്ള് നമ്മൾ കയറിയാണ് ഈ റെസ്റ്റോറൻറ്റിൽ വന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ തിരിച്ചിറങ്ങണം. അപ്പം ഞാൻ ബൂട്ട്സ് ഇട്ടുകൊണ്ട് എനിക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഷോപ്പ്, ബേക്കറി കണക്കത്തെ ഒരു ഷോപ്പ്. ഇത് ഇവിടുത്തെ ഒരു പാരീസിലെ ഒരു ട്രഡീഷണൽ സ്വീറ്റാണ്. എൻ്റെ പേര് എനിക്ക് അറിയില്ല. പിന്നെ നമ്മൾ അവിടുന്ന് ഐസ്ക്രീം മേടിച്ചു. ഞാൻ ഈ റെഡ് ബെറീസോ അതാണ് ഞാൻ മേടിച്ചത്. മനോട്ടം മേടിച്ച പാഷൻ ഫ്രൂട്ടും മാംഗോയും കൂടി വരുന്നത്. നല്ല ടയേർഡായിരുന്നു കേട്ടോ നമ്മൾ, കാരണം വെയിലത്ത് നടന്നു. പിന്നെ അവിടെ ഒരുപാട് സമയം നിന്നു. പിന്നെ അതിന് നല്ല മുഖത്തൊക്കെ ആ ക്ഷീണം നല്ലതുപോലെ അറിയാണ്ടായിരുന്നു. ഇനി നമുക്ക് ക്രൂയിസും കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് അക്കോമഡേഷനിലേക്ക് പോവാം. ഇപ്പോഴും റോഡൊക്കെ ഓപ്പൺ ചെയ്യുന്നതേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ടില്ല. അങ്ങനെ നമ്മൾ നടന്ന് മെട്രോ കയറി നമ്മുടെ ക്രൂയിസിൻ്റെ അവിടെ എത്തി. ആക്ച്വലി വീണ്ടും നമുക്ക് നമ്മൾ അവിടെ ഇത് റിസർവേഷൻ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇത് ഇവിടെയല്ല ഇതിൻ്റെ പിക്കപ്പ് പോയിന്റ്, ഈ സെയിം തന്നെ വേറൊരിടത്തും ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് നടക്കാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ അവിടുന്ന് തന്നെ വേറെ പുതിയ ടിക്കറ്റ് എടുത്തിട്ട് കയറി. അപ്പം നമുക്ക് രാവിലത്തെ ടിക്കറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല, ഈ ക്രൂയിസിൻ്റെത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല, കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആയിപ്പോയി. അപ്പോൾ ഇനി ആരെങ്കിലും ലോർ മ്യൂസിയം വിസിറ്റ് ചെയ്യുന്നെങ്കിൽ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാണ്ട് അവിടെ ചെന്നാൽ നമുക്ക് ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കാം. ഇപ്പോൾ ക്രൂയിസ് യൂസ് ചെയ്യണമെങ്കിലും
അതിൻ്റെ കൂടെ ടിക്കറ്റ് എടുക്കരുത്, സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കുക. വലിയ റേറ്റ് ഡിഫറൻസ് ഒന്നുമില്ല, റേറ്റ് കുറവാണ്. നമ്മൾ ഓൺലൈനിൽ എടുക്കുന്നതിനെക്കാട്ടി റേറ്റ് ഇവിടെ കുറവാണ്. പിന്നെ ക്രൂയിസിൽ നമ്മുടെ ഓപ്പോസിറ്റ് ഇങ്ങനെ ആൾക്കാർ പോകുമ്പോൾ അവർ കൈ കാണിക്കുകയും ബഹളം വയ്ക്കുക, നല്ലൊരു വൈബായിരുന്നു. പിന്നെ ഓരോ സ്ഥലത്തെത്തുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ അനൗൺസ്മെന്റ് തരും, ഇതാ സ്ഥലമാണ് കത്തലിക്ക, അല്ലെങ്കിൽ ഇതാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഞാൻ വീഡിയോസിലും ഇതിലൊക്കെ കണ്ടിട്ടുള്ള കുറേ സംഭവങ്ങൾ എനിക്ക് നേരിട്ട് കാണാൻ പറ്റും. ഈ ഒരു ക്രൂയിസ് ഷിപ്പിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ ഒരുപാട് പേര് നിന്നിട്ട് നമുക്ക് കൈകാട്ടെ കൂകി വിളിക്കുകയൊക്കെ ചെയ്യും, നല്ലൊരു വൈബായിരുന്നു. പിന്നെ ഈ ക്രൂയിസിൽ തന്നെ നമ്മളെ കൂടെയുള്ളവരിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, ആനിവേഴ്സറി സെലിബ്രേഷൻ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പം നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു. നമ്മൾ കുറേ കറങ്ങി കുറേ വട്ടം ചുറ്റിയെങ്കിലും ഭയങ്കര നല്ലൊരു പോസിറ്റീവ് വൈബുള്ള ഒരു യാത്രയായിരുന്നു. പിന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റി. പിന്നെ ഈ ഒരു ടൈമിൽ ക്രൂയിസ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് വെയിലും ഇല്ല, ചെറിയൊരു തണുപ്പും ഒക്കെയാണ്. പിന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു സൺസെറ്റ് ആയതുകൊണ്ട് നല്ല ഒരു സ്കൈ വ്യൂ ഒക്കെ നമുക്ക് കിട്ടും. ആൾക്കാർക്ക് എത്ര വൈബാണ്, വൈബ് ഓഫ് ദ വൈബ് എന്ന് പറയുന്നത്. അത് കണക്കെല്ലാവരും ഇതൊക്കെ ഓരോ സ്ഥലത്തുമ്പോൾ അവർക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഇതുണ്ടോ ദീപശിഖയുടേത്, നൈറ്റാണ് ഇത് കാണാൻ ഭംഗി. നമുക്ക് അത്രയും വ്യക്തമായിട്ടത് ആ ഒരു ദീപശിഖയായിട്ട് തോന്നുന്നത് ഡേ ടൈമിൽ കാണുന്നതിനെക്കാട്ടി നൈറ്റ് കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. പിന്നെ ഈ സീൻ നദിയുടെ തീരത്ത് തന്നെ ഒരുപാട് ബാറ്, ക്ലബ്ബ്, അത് കണക്കത്തെ കുറേ ആഘോഷങ്ങളൊക്കെ വരുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു ഉണർന്നിരിക്കുന്ന ഒരു നഗരം എന്നൊക്കെ പറയൂലേ, വൈബായിട്ട് നമുക്ക് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റും അത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം, അങ്ങനെ എനിക്ക് തോന്നി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് ഈഫിൽ ടവറിൻ്റെ ആ ഏരിയയിലോട്ടാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ ജേണിയിൽ എനിക്ക് ഈഫിൽ ടവറിൻ്റെ 4 സൈഡും കാണാൻ പറ്റും. ആഫ്റ്റർനൂണ് മറ്റേ റെസ്റ്റോറൻറ്റിലേക്ക് ടാക്സിയിൽ പോകുമ്പോഴത്തേക്കും ഒരു സൈഡ് കാണാൻ പറ്റി. ഇപ്പം നമ്മൾ പോകുന്ന ഈ ജേർണിയിൽ 3 സൈഡ് കാണാൻ പറ്റും. അങ്ങനെ എനിക്ക് കംപ്ലീറ്റ് 4 സൈഡും ഈഫിൽ ടവറിൻ്റെ 4 സൈഡും കാണാൻ പറ്റി. പിന്നെ ഒക്ടോബർ മാസത്തിൽ ഏതോ ഒരു പ്രത്യേക ദിവസത്തിൽ ഈ യെല്ലോ ലൈറ്റിന് പകരം പിങ്ക് ലൈറ്റ് ഒരു ദിവസം വരും. എനിക്ക് അതും കാണണമെന്നുണ്ട്. ഇൻഷാ അള്ളാ നെക്സ്റ്റ് ടൈം എനിക്ക് അങ്ങനെ വന്ന് കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് ഏത് ദിവസമാണെന്നൊക്കെ നോക്കിയിട്ട് എനിക്ക് അങ്ങനെ വന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ വെള്ളത്തിൽ ലൈറ്റ് വീണിട്ട് ഒരു പ്രത്യേക വൈബ് തന്നെ ആയിരുന്നു. യാത്രയും നല്ലൊരു തണുത്ത കാറ്റും ഒരു കുളിർമ കണക്കത്തെ ഒരിതായിരുന്നു. നമ്മൾ ഈഫിൽ ടവറിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്ക് ഇവർ നമുക്ക് ഈഫിൽ ടവറിനെ കുറിച്ച് നമുക്ക് ടൂർ ഗൈഡ് പറഞ്ഞു തരുന്നത് കണക്ക് ഇന്നലെ പറഞ്ഞു തന്നതുപോലെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ ഈഫിൽ ടവറിൻ്റെ മുകളിലൊക്കെ പോവാത്തവർക്ക് അതൊരു ഇൻസ്പിറേഷനാണ്. അതൊക്കെ കേട്ടിട്ട് അതൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈഫിൽ ടവർ ഫുള്ള് കവർ ചെയ്തിട്ട് തിരിച്ച് റിട്ടേൺ നമ്മളെ പിക്കപ്പ് പോയിന്റിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്യും. ആ ഹെഡ്ലൈറ്റ് കറങ്ങുന്നതൊരു പ്രത്യേക ആംഗിളിൽ ഇങ്ങനെ കറങ്ങുന്നതുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ അവർ പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്.
അങ്ങനെ ഏകദേശം നമ്മൾ ഈഫിൽ ടവറിന്റെ അടുത്തെത്തി. എത്ര കണ്ടാലും എനിക്ക് ഒരു മടുപ്പ് തോന്നിയിട്ടുമില്ല. ഞാൻ അതിന്ന് കണ്ണൊരു ഇഞ്ച് പോലും മാറ്റിയിട്ടില്ല. ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ കംപ്ലീറ്റ് എൻ്റെ കണ്ണ് ഫുള്ള് ഞാൻ ഈഫിൽ ടവറിന് കൊടുത്തേക്കുമായിരുന്നു എന്ന് തന്നെ പറയാം. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ക്ലബ് ബാർ, അവിടുത്തെ പാർട്ടി നടക്കുന്നത്. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് എത്തും തോറും എനിക്ക് പേഴ്സണലി അതിനോടുള്ള ഒരു ഇഷ്ടം കൂടി വന്നു. എത്ര കണ്ടാലും ഒരു മടുക്കാത്തൊരു കാഴ്ച. ഞാൻ കണ്ണെടുക്കാതെ അത് കംപ്ലീറ്റ് ഞാനത് നോക്കിയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ നമ്മളിങ്ങനെ ദൂരത്തുനിന്ന് അടുത്തടുത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഭംഗി, ആ ഒരു തലയെടുപ്പ് ഒക്കെ. അങ്ങനെ ഈ 2024 എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് സാധിച്ചു. എനിക്ക് പാരീസിൽ വരിക, ഈഫിൽ ടവർ കാണുക, ഈഫിൽ ടവറിൻ്റെ ഉള്ളിൽ കയറുക, ഇത്രയും ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. അപ്പോൾ എൻ്റെ ഒരു ജീവിതാഭിലാഷം, ഒരു ബക്കറ്റ് ലിസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ സുന്ദര നഗരത്തോട് നമ്മൾ നാളെ യാത്ര പറഞ്ഞ് നമ്മൾ സ്വിറ്റ്സർലാൻഡ് പോവുകയാണ്. അപ്പൊ നമ്മുടെ ക്രൂയിസ് ജേണി ഇവിടെ ഏകദേശം അവസാനിക്കാറായി. ഇനി നമ്മൾ തിരിച്ച് അക്കോമഡേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ മെട്രോ പിടിച്ച് നമുക്ക് പോകണം. ഇതാണ് എൻ്റെ ലാസ്റ്റ് വ്യൂ, ഈഫിൽ ടവറിൻ്റെ ലാസ്റ്റ് വ്യൂ. ഇനി നമ്മൾ ഈഫിൽ ടവർ കാണുന്നില്ല. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇവിടെ ഒരു ബംഗ്ലാദേശ് എന്നുള്ള ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് കുറച്ച് ഹിന്ദിയൊക്കെ അറിയാം, ഇംഗ്ലീഷും അത്യാവശ്യം നന്നായിട്ട് അറിയാം. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊരു ഡിന്നർ കഴിക്കാമെന്ന്, അവിടെ നിന്ന് ചെറുതായിട്ട് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. റാപ്പും സാൻഡ്വിച്ചും ഒക്കെ ഉണ്ട്, നല്ല ടേസ്റ്റുമായിരുന്നു. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു സ്ട്രോബെറി സ്മൂത്തി, ഒരു ഹോട്ട് ഡോഗും മേടിച്ചു, മനുവിട്ട് മാംഗോ ജ്യൂസും, ഒരു ബനാന റാപ്പ്, ദോശ പോലത്തെ ഒരു റാപ്പ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. നാളെ നമ്മൾ സ്വിറ്റ്സർലാൻഡിലേക്ക് പോവുകയാണ്. ആ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, bye.